ഹരി ഓം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം നിത്യവും ഗോവിന്ദ ഗോവിന്ദ. ഓം നമഃ ശിവായ. എല്ലാവർക്കും, എല്ലാ ഈശ്വര വിശ്വാസികൾക്കും നമസ്കാരം. നമുക്കറിയാം, കാലം അതിവേഗം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. 2026 എന്ന ഈ ഒരു ഇംഗ്ലീഷ് വർഷത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. ജ്യോതിഷശാസ്ത്ര പ്രകാരം നോക്കുമ്പോൾ ഗ്രഹങ്ങളുടെ സഞ്ചാരപഥങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലരുടെയും ജാതകങ്ങളിൽ തെളിയാതെ കിടന്നിരുന്ന ഭാഗ്യസ്ഥാനങ്ങൾ തെളിയാൻ തുടങ്ങിക്കഴിഞ്ഞു. അത്രയ്ക്കും ഒരു അപൂർവ കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ 2026 ഈ ആദ്യ പാദത്തിൽ സാക്ഷാൽ നായകനായ, അതായത് ധനത്തിൻ്റെ നായകനായ സാക്ഷാൽ ഭഗവാൻ കുബേര ഭഗവാന്റെ കടാക്ഷം ചില നക്ഷത്രക്കാരിലേക്ക് നേരിട്ട് പതിക്കുന്ന ഒരു കുബേര യോഗമാണ് ഇവിടെ സംജാതമായിരിക്കുന്നത്. ദാരിദ്ര്യം എന്നത് പടിയിറങ്ങാനും ഐശ്വര്യം എന്നത് പടി കയറി നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു ചേരാനും പോകുന്ന ഒരു പുണ്യ മുഹൂർത്തം. ഇത് വെറും ഒരു വാക്കല്ല കേട്ടോ, ഗ്രഹനിലകൾ അരുളുന്ന സത്യം കൂടിയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന 8 നക്ഷത്രങ്ങളിൽ പെട്ടവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉറ്റവരാരെങ്കിലും ഇതിലുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അവരുടെ തലവര മാറാൻ തുടങ്ങിക്കഴിഞ്ഞു 2026, അതായത് ജനുവരി 1-ാം തീയതി മുതൽ. അപ്പോൾ ഏതൊക്കെയാണ് ആ നക്ഷത്രക്കാർ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ നക്ഷത്രമുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. അപ്പോൾ 1ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ്. അതായത് ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് മൂലം നക്ഷത്രക്കാരെ കുറിച്ച് തന്നെയാണ്. അതായത് മൂലം നക്ഷത്രക്കാർ 2026 എന്ന ഈ ഒരു വർഷം, അതായത് ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുലരിയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്നതാണ് എനിക്കിവിടെ പറയാനായിട്ടുള്ളത്. അതായത് ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? ആ ഒരു അത്ഭുതം നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു വർഷമാണ് ഈ 2026. അത്രയും നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരറ്റത്തിരിക്കെ, അതിലുപരി മനപ്രയാസങ്ങൾ, ശാരീരിക വൈഷമ്യങ്ങൾ മൂലമുള്ള മനപ്രയാസം, അങ്ങനെ പലവിധ പ്രശ്നങ്ങൾക്ക് ഒരു അറുതി വരുന്ന കാലമാണിത്. വെറുതെ പറയുന്നതൊന്നുമല്ല. അതായത് 2026 മുൻപേയുള്ള സമയങ്ങളിൽ അനുഭവിച്ച ഒരുപാട് വ്യതകൾ മാറി 2026 കോടീശ്വരായി മാറാൻ യോഗമുള്ളതാണ് ഒട്ടുമിക്ക നക്ഷത്രക്കാർക്കും. കാരണം എന്തെന്നാൽ വ്യാഴം അത്രത്തോളം ഗുണകരമായ ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. അതുകൂടാതെ ശനിയും വളരെയധികം ഗുണകരമായ ഫലങ്ങളെ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു അത്യപൂർവ വർഷം തന്നെയാണ് കേട്ടോ ഈ 2026 എന്ന് പറഞ്ഞത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുന്നത് കൊണ്ട് അങ്ങോട്ട് വിശ്വാസം വരണമെന്നില്ല. അത് വിശ്വാസത്തിൽ വരണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾക്ക് പ്രാബല്യത്തിൽ വരണം. അത് വരിക തന്നെ ചെയ്യും. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിലേക്ക് ധനം ധാരാളമായി വന്നു ചേരും. അതല്ലെങ്കിൽ ചില കാലമായി, ഒരുപാട് കാലമായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഒരിക്കലും നടക്കില്ല എന്ന് പോലും നിങ്ങൾ വിചാരിച്ച ആ ഒരു കാര്യം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. കൂടാതെ ഇവിടെ മനസ്സിലാക്കേണ്ടത് കുബേര ഭഗവാന്റെ അനുഗ്രഹം കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ്. നമ്മൾ ആരെയാണ് പ്രാർത്ഥിക്കുന്നത്? കുബേര ഭഗവാൻ. ധനത്തിൻ്റെ കാരകനാരാണ്? കുബേരദേവൻ. അതേപോലെ ലക്ഷ്മി ദേവി. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഞാൻ പറഞ്ഞുതരാം. ലക്ഷ്മി ദേവി എന്ന് പറയുന്ന ദേവി, ധനത്തിൻ്റെ കാരകത്വമുള്ള ലക്ഷ്മി ദേവി പെട്ടെന്ന് നമ്മളിൽ സംപ്രീതയാവുകയില്ല. അതേപോലെ തന്നെ നമ്മളിൽ കാണുന്ന ഒരു ചെറിയ തെറ്റുമതി, ഒരു കടുകുമണിയുടെ അത്ര തെറ്റുമതി നമ്മളിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോകും. അതാണ് പണമെന്ന് പറയുന്നത്. വരത്തില്ല പെട്ടെന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞാലോ അത് പിന്നെ സ്ഥായിയായ ഒരു കോടീശ്വരത്വം നിലനിൽക്കുകയും ചെയ്യും. അതാണ് ലക്ഷ്മി ദേവി. മഹാദേവനെ പോലെ തന്നെ ക്ഷിപ്രഗോപിയും ക്ഷിപ്രപ്രസാദി എന്ന് പറയില്ലേ, അതേ കണക്ക് തന്നെയാണ് നമ്മുടെ സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ ശൈലിയും. നമ്മളിൽ സംപ്രീതയായാൽ പിന്നെ നമ്മളെ വിട്ടു പോവുകയില്ല. അപ്പോൾ ആ സംപ്രീതയാക്കാനുള്ള വഴികളാണ് നമ്മൾ തേടേണ്ടത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ വഴി തേടിയാലും ഇല്ലെങ്കിലും സ്വയം നിങ്ങളിലേക്ക് ഭഗവാൻ കുബേരദേവൻ്റെ, ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഒഴുകിയെത്താൻ പോവുകയാണ്. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നീങ്ങും. അതിലുപരി തൊഴിൽ കിട്ടുന്നതിന് തടസ്സമായ ചില ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് പരിഹാരം നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയില്ലേ? അത് മതി, അതങ്ങനെ തന്നെ പോട്ടെ. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പരിഹാരം. അപ്പോൾ കീർത്തി, ധനപരമായ ഒരു ഉയർച്ച, ധനം കൊണ്ട് കീർത്തി. അതായത് നമ്മൾ പറയാറുണ്ടോ, അവൻ വലിയ കോടീശ്വരനായി അല്ലെങ്കിൽ അവൾ വലിയ കോടീശ്വരിയായി എന്ന് പറയാറില്ലേ? അതേപോലെ കീർത്തി കേൾക്കാനുള്ള ഒരു ഭാഗ്യവും ഈ ഒരു സമയത്തുണ്ട്. ചെയ്യേണ്ടത് ഇത്രയുമാണ്. എല്ലാ വീഡിയോയും ഞാൻ പറയുന്നത് ഇത് തന്നെയാണ്. ഈശ്വരനെ മുറുകെ പിടിച്ചോളൂ. നമ്മളൊരു വിഷമോ ദുഃഖമോ വരുമ്പോൾ തള്ളിക്കളയുകയല്ല വേണ്ടുന്ന. അത്രത്തോളം നിങ്ങൾക്ക് പറ്റുന്നു, എത്രത്തോളം സാധിക്കുന്നു അത്രത്തോളം അദ്ദേഹത്തോട് ചേർന്നിരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. ജീവിതത്തിൽ വളരെയധികം നേട്ടം നിങ്ങൾക്ക് ഈ 2026 വന്നു ചേരുമെന്നതിൽ
ഞാൻ തന്നെ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അടുത്ത നക്ഷത്രം, നമ്മൾ 8 നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ രണ്ടാമത്തെ നക്ഷത്രം പുണർദമാണ്. പുണർദം നക്ഷത്രം അറിയാമല്ലോ, നമ്മുടെ മര്യാദ പുരുഷോത്തമൻ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ്റെ നക്ഷത്രമാണ്. കഴിഞ്ഞ കുറേ കാലമായി രാമനെ പോലെ തന്നെയാണ് നിങ്ങളും വനത്തിൽ പോയി കഴിയുന്നില്ലെന്നേ ഉള്ളൂ. വീട്ടിൽ തന്നെ ആകെ ഒരു ചടച്ചുതുങ്ങിയ രീതിയിൽ അവസ്ഥയിലൊക്കെ ആയിക്കഴിഞ്ഞു. അങ്ങനെ കഷ്ടപ്പാടുകൾ ഒരുപാടുണ്ടായിരുന്നു. എന്നാൽ ഈ 2026 നിങ്ങൾക്ക് വളരെ ഭാഗ്യം, ഭഗവാൻ തന്നെ വന്ന് നിങ്ങളുടെ കണ്ണീരൊപ്പുവെന്നാണ്. ഇവിടെ മഹാദേവനും കുബേര ഭഗവാനും തുണയായിട്ടുണ്ട്. ഭഗവാൻ മഹാദേവനെ നല്ലതായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടിയ ഒരവസ്ഥയാണ്. അതിൽ നിന്നൊരു മോചനമുണ്ടാകും. സ്വന്തമായൊരു വീട് വെക്കണം. ചെറിയ ഒരു കൂരയാണെങ്കിലും മതി എന്ന് ചിന്തിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറമുള്ള നല്ലൊരു വീട് വെക്കാനൊക്കെ സാധിക്കും. തൊഴിലില്ലാത്തവർക്ക് ഉത്തമ തൊഴിൽ ലഭിക്കും. അങ്ങനെ ഒരു മാജിക്ക് സംഭവിക്കുന്നത് കേട്ടിട്ടുണ്ട്. മാജിക് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ടിവിയിലും, അല്ലെങ്കിൽ മാജിക്ക് കാണാൻ പോയിട്ടുണ്ട്. അത്ഭുതത്തോടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും ആ മാജിക്കിനെ. അത് തന്നെ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാൽ ഭഗവാൻ കുബേരദേവൻ നടത്തി തരുന്നതാണ്. ക്ഷമയോടുകൂടി കാത്തിരിക്കും. ഇത്രയും നാൾ കാത്തിരുന്നില്ലേ, വേവോളം വരെ കാത്തിരുന്നില്ലേ, ഇനി ഇത്തിരി ആറോളം കാത്തിരുന്നാൽ എന്താ എന്ന് പറയുന്ന പോലെ അതിനുള്ള സമയം എത്തിക്കഴിഞ്ഞ് 2026 ഒരു പകുതി ആകുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഭാഗ്യങ്ങൾ ആഗ്രഹിച്ചതിലധികം ഇരട്ടിയായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു വർഷം തന്നെയാണ് 2026. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. കുടുംബക്ഷേത്ര ദർശനം മറക്കാതിരിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപേയും, 2026 തുടങ്ങുന്ന അന്ന് തന്നെ കുടുംബക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചെങ്കിൽ ഉത്തമമായിരുന്നു എന്ന്. അത് പറ്റിയില്ലെങ്കിൽ വിഷമിക്കേണ്ട, സമയം ധാരാളമുണ്ട്. മാസത്തിൽ ഒരിക്കലാകട്ടെ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴെങ്കിലും കുടുംബക്ഷേത്ര ദർശനം നടത്തുക. നല്ല പോകുന്ന സമയത്ത് വെറും കൈയോടെ പോകരുത്. ആരും അങ്ങനെ പോകാറില്ല. എങ്കിലും നിറഞ്ഞ കാര്യങ്ങളുമായിട്ട് പോകണം. ഒരു കൈ നിങ്ങൾക്ക് എന്തെല്ലാം കൊണ്ടുപോകാൻ പറ്റുമോ അതൊക്കെ കൊണ്ടുപോയി അവിടെ ഇരിക്കുന്ന മൂർത്തിയെ പ്രീതിപ്പെടുത്തുക. ഇനി മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയാനുള്ളത് വിശാഖമാണ് കേട്ടോ. അപ്പോൾ വിശാഖ നക്ഷത്രക്കാർ ഇന്ന് ശ്രദ്ധിക്കേണ്ടത് കാര്യമുണ്ട്. അതായത് വസ്തു ഒക്കെ വാങ്ങുന്ന ഒരു സമയങ്ങളുണ്ടല്ലോ, അപ്പോൾ ആ സമയങ്ങളിലും കുലദേവതയുടെ പ്രീതി അത്യാവശ്യമാണ്. ഏത് പ്രധാന കാര്യത്തിന് പോകുമ്പോഴും അമ്മയോട് പറയുക, കുലദൈവത്തിനോട് പറയുക, അനുവാദം വാങ്ങുക. ഞാനിങ്ങനെ ഒരു കാര്യത്തിന് പോവുകയാണ്, അപ്പോൾ എനിക്ക് മുടക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണേ എന്ന്. കുലദേവതയുടെ ചെറിയൊരു അപ്രീതിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈശ്വരാധീനം ധാരാളം ഉള്ളതിനാൽ തന്നെ കുലദേവതയുടെ അപ്രീതി വലിയൊരു രീതിയിലുള്ള ദോഷങ്ങൾ നിങ്ങളിലേക്ക് ചെലുത്തിയിട്ടില്ല, പ്രത്യേകിച്ച് 2026. അപ്പോൾ വളരെയധികം ഇപ്പോൾ തൊട്ടതൊക്കെ പൊന്നാക്കാൻ കഴിയുന്ന സമയമാണ്. എങ്കിലും കുലദേവതയെ മറന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ലഭിക്കുകയില്ല എന്നതുകൂടി മനസ്സിലാക്കുക. ഈ ഒരു സമയം മണ്ണും പൊന്നും സ്വന്തമാക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ വന്നു ചേരുന്നുണ്ട്. അതായത് പൊന്നിന് ഇപ്പോഴത്തെ വില അറിയാമല്ലോ. അപ്പോൾ ആ ഒരു പൊന്ന് വാങ്ങണമെങ്കിൽ നിങ്ങൾ എത്രത്തോളം ധനവാനായി മാറേണ്ട സമയം കൂടിയാണ് എത്തിയിരിക്കുന്നത് എന്നതുകൂടി മനസ്സിലാക്കൂ. കുബേര യോഗമാണ്. പുതിയൊരു ബിസിനസ്സൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും ആഗ്രഹം നടക്കുന്ന സമയമാണ്. അതിലുപരി ബിസിനസ്സിനേക്കാളുപരി നിങ്ങൾക്ക് വിദേശ യാത്രയ്ക്കുള്ള ഭാഗ്യമാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. അപ്പോൾ വിദേശത്തേക്ക് പോകാൻ ഇതുവരെ ചട്ടം കൂട്ടിയിട്ടില്ലെങ്കിൽ പോലും ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഉടൻ തന്നെ വിദേശത്തേക്ക് ഒരു 6 മാസത്തിനുള്ളിൽ കയറി പോകാനായിട്ട് സാധിക്കും. 6 മാസമൊന്നും പോകത്തില്ല, ഒരു 3 മാസത്തിനുള്ളിൽ കയറി പോകാനായിട്ടുള്ള അനുകൂല സമയമൊക്കെ കാണുന്നുണ്ട്. ദോഷങ്ങളൊക്കെ നിഷ്പ്രഭമാകുന്ന ഒരു സമയമാണ്. ശത്രുവലയങ്ങളൊക്കെ ഭേദിച്ച് ഭാഗ്യം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഭാഗ്യത്തിൻ്റെ വാതിൽ നിങ്ങളുടെ മുന്നിലേക്ക് മലർക്കെ തുറക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി അടുത്തതായ നക്ഷത്രം ഉത്രട്ടാതിയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒന്ന് രക്ഷപ്പെട്ടാൽ മതി, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആകെ ചുറ്റപ്പെട്ട ഒരവസ്ഥ, കൈയും കാലും ശരീരം മൊത്തം കെട്ടി വരിഞ്ഞിരിക്കുന്നതായ ഒരു അവസ്ഥയാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ശരിയാണെങ്കിൽ അതേ ഒന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഈ ആരോട് സഹായം ചോദിക്കാനില്ലാത്ത അവസ്ഥ, കാരണം അത്രത്തോളം കടം കയറി എല്ലാവരോടും ചോദിച്ച് ഇനി ആർക്കും നിങ്ങളെ കണ്ടാൽ മുഖം മാറ്റി നടക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിന്ന് തലപൊക്കി ജീവിക്കണ്ടേ? അതിനല്ലേ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു 90 വയസ്സ് വരെ അല്ലെങ്കിൽ 80 വയസ്സ് വരെ ജീവിച്ചു എന്ന് പറയുന്നതിനകത്തല്ല അർത്ഥം. ജീവിച്ച ഒരു ദിവസമെങ്കിലും സന്തോഷത്തോട് ഉറങ്ങാനും സന്തോഷത്തോട് ഉണ്ണാനും മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം കഴിയാൻ സാധിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ, ഒരു സ്ത്രീയുടെ ആയാലും പുരുഷൻ്റെ ആയാലും ഒരു വിജയം എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ ആ ഒരു സമയമാണ് നിങ്ങൾ ഇപ്പോൾ തല ഉയർത്തി നടക്കാനായിട്ട് കഴിയുന്ന പഴയ കടങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ ഇതെല്ലാം പടിയിറങ്ങി പോകുന്ന ഒരു വർഷം തന്നെയാണ് 2026. രാജയോഗ തുല്യ, രാജാവിനെ പോലെ കിരീടം വെച്ച് വാഴുക എന്നല്ല പറയുന്നത്. എല്ലാവിധ സുഖഭോഗങ്ങളും സന്തോഷം, സമൃദ്ധി, ഐശ്വര്യം, ഇഷ്ടഭക്ഷണം, ഇഷ്ട ആഭരണങ്ങളോടുകൂടി ഒരു ജീവിതം തന്നെ വന്നു ചേരും. വിശ്വസിച്ചിരിക്കുക. വിശ്വാസമാണ് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ശക്തി. അതായത് നാളെ എന്നൊരു ദിവസം മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ധൈര്യം എന്താണ്? നമ്മുടെ വിശ്വാസം, നമ്മുടെ ഭക്തിയാണ്. മറ്റെല്ലാം ഭഗവാന്റെ കയ്യിലിരിക്കുന്നു. അപ്പോൾ മുറുകെ ഭഗവാനെ പിടിച്ചോളൂ. കുടുംബത്തിലൊരു സന്തോഷ കാര്യങ്ങളൊക്കെ ഉടൻ നടക്കാനുള്ള ഒരു തിരുനാളമൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അതായത് ഒന്നുകിൽ വിവാഹമാകാം, അതല്ലെങ്കിൽ വീടുമായിട്ട് മോടി പിടിപ്പിക്കുന്ന ചില കാര്യങ്ങൾക്കൊക്കെയുള്ള യോഗം കാണുന്നുണ്ട്. ഇനി അടുത്തത് രോഹിണി നക്ഷത്രമാണ്.
അറിയാമല്ലോ രോഹിണി ആരുടെ നക്ഷത്രമാണ്? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മനക്ഷത്രം കൂടിയാണ് രോഹിണി. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുടെ തുടക്കമാണ് 2026. ഗുരുവായൂരൊന്ന് പോകാൻ സാധിക്കും, നല്ലതാണ് കേട്ടോ. ഒട്ടുമിക്ക ആളുകളും ഗുരുവായൂർ പോകുന്നവരാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഇനി എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഗുരുവായൂരപ്പൻ തരും എന്ന ചിന്തയോടുകൂടി പോയി തൊഴുക. അവിടെ ചെന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ പറയുക, സന്തോഷിക്കുക. ഭഗവാനെ കാണാൻ കഴിഞ്ഞത് വലിയ ഒരു പുണ്യമായി കണ്ട് സന്തോഷിക്കുക. അതൊരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. സൗഭാഗ്യത്തിൻ്റെതായ ചവിട്ടുപടിയാണ് ഈ 2026 എന്ന വർഷം. അപ്പോൾ പണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ദുഃഖങ്ങൾ മനസ്സിലിങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കേണ്ട, അതും ഒരു നെഗറ്റിവിറ്റിയാണ്. അതായത് നമ്മൾ പറയാറുണ്ട്, കഴിഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതനുസരിച്ച് നമ്മൾക്ക് വരാൻ പോകുന്ന പല മാറ്റങ്ങളെയും കാണാൻ സാധിക്കുകയില്ല എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു സ്വഭാവ ശൈലിയാണ് കഴിഞ്ഞ കാര്യങ്ങളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കഴിഞ്ഞതങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ വീണ്ടും ആ കാലത്തിൽ തന്നെയാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കിടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇപ്പുറത്തെ കരയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു, 2026 എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ഭഗവാനുണ്ടല്ലോ കൂട്ട്. പിന്നെ എന്തിനാണ് കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞത് അവിടെ കളഞ്ഞേക്കൂ. ആ ഏട് നമ്മളവിടെ കീറിക്കളഞ്ഞു. 2026 നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഭാഗ്യമാണ്. നല്ല ഉത്തമനായ അല്ലെങ്കിൽ ഉത്തമയായ ജീവിത പങ്കാളി ലഭിക്കാനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട്. ധനസമൃദ്ധി തുടങ്ങിയിട്ടുണ്ട്. സർവ്വ ഐശ്വര്യങ്ങളും കുബേര ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒന്നിനു പുറകെ ഒന്നായിട്ടൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം തന്നെ. ഇനി അടുത്ത നക്ഷത്രമായി പറയാനുള്ളത് ചിത്തിരയാണ്. കർമ്മമേഖലയിലാണൊരു കെട്ടുണ്ടായിരുന്നത്. അതായത് ജോലിയിൽ അങ്ങോട്ട് സ്ഥിരത കിട്ടുന്നില്ല. ഗൾഫിൽ വരെ പോയിട്ട് കളഞ്ഞിട്ട് പോരുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തലയ്ക്ക് കൈയും കൊടുത്ത് ഉണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യുക. അതായത് ജോലി ചെന്നിട്ട് നല്ല രീതിയിൽ ശമ്പളം എന്ന് പറഞ്ഞ് ചെന്ന് അവിടെ ഉദ്ദേശിച്ച ജോലി കിട്ടാതെ കളഞ്ഞിട്ട് പോരുന്നവരുണ്ട്. പക്ഷേ അതൊരു എടുത്തുചാട്ടമായിരുന്നു, കളഞ്ഞു പോരുകയല്ലായിരുന്നു, അവിടെ നിൽക്കാമായിരുന്നു. പക്ഷേ പോട്ടെ, സാരമില്ല. അപ്പോൾ നിങ്ങളെ ഇങ്ങോട്ട് സൃഷ്ടിച്ചയച്ച് ഭഗവാൻ അറിയാൻ നിങ്ങളെ എങ്ങനെ രക്ഷിക്കണമെന്ന് നമ്മൾ പറയാറുണ്ട്. വാകേറിയ ദൈവം മറതിയും തരുമെന്ന് പറയാറില്ല. അതേപോലെ നിങ്ങൾക്കുള്ള അന്നം ഭഗവാൻ കരുതി വെച്ചിട്ടുണ്ട്. ഉടൻ തന്നെ തിരിച്ച് വീണ്ടും വിദേശത്തേക്ക് പോകാനുള്ള യോഗമൊക്കെ തെളിയുന്നുണ്ട്. അപ്പോൾ എന്താണ് വേണ്ടത്? കുടുംബ പ്രീതി വരുത്തുക. കുടുംബ പരദേവതയെ കാണുമ്പോൾ സ്ഥലദൈവത്തെയും പ്രീതിപ്പെടുത്തണം. സ്ഥലദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിനോട് ചേർന്ന ആദ്യത്തെ ക്ഷേത്രം ഏതാ? ദേവിയുടെ ആകാം, ദേവൻ്റെ ആകാം. ആ സ്ഥലദൈവത്തെ, ആ മൂർത്തിയെ കാണുക, പ്രാർത്ഥിക്കുക, വഴിപാടുകൾ സമർപ്പിക്കുക. അതായത് ഇനി വിദേശത്തേക്ക് പോകുന്നതിന് മുന്നേ തന്നെ പാസ്പോർട്ട് കാര്യങ്ങളും അതെല്ലാം ഭദ്രമാക്കി സൂക്ഷിക്കും. അല്പം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കേട്ടോ, ഏവരും ഒന്ന് ക്ഷമിക്കണം, ഇപ്പം ബുദ്ധിമുട്ട്. അപ്പോൾ അടുത്തുള്ള ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക. വളരെ വലിയൊരു സമൂഹത്തിൽ മാന്യത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ കടം വാങ്ങിച്ച് ജീവിച്ചാൽ നമുക്ക് മാന്യത നഷ്ടപ്പെടും. നമുക്ക് കടം തരാനും എല്ലാവർക്കും മടിയായിരിക്കും അങ്ങനെ. പക്ഷേ ഇനി ആ ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കും. നിങ്ങൾ എഴുതി വെച്ചോളൂ. ഈ പറഞ്ഞ വാക്ക് അച്ചട്ടായിരിക്കും. സത്യമായിട്ട് പറയുന്നത്, ദൈവത്തെ നിലനിർത്തി പറയുന്ന കാര്യങ്ങളാണ്. സാമ്പത്തിക ഭദ്രതയാണ് കാണുന്നത്. സാമ്പത്തിക ഭദ്രത വേണമെങ്കിൽ ജോലി കിട്ടണം. അത് തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹം. അത് തന്നെ ഉടൻ തന്നെ നടക്കും. ആത്മവിശ്വാസത്തോടു കൂടിയിരിക്കുക. മനസ്സ് മടിച്ചു പോകുന്നൊരവസ്ഥയുണ്ട്. എന്തെങ്കിലും കേട്ടാൽ പെട്ടെന്ന് തളർന്നു പോകുന്ന അവസ്ഥ, അങ്ങനെ ആവരുത്. പ്രത്യേകിച്ച് പുരുഷന്മാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ദേവീ കടാക്ഷമുണ്ട്. അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തുക. നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ഒരു ചുമന്ന പൂക്കൾ കൊണ്ടുള്ള ഒരു ഹാരം കെട്ടി അമ്മയ്ക്കൊന്ന് ചാർത്തിയാട്ടെ. ഒരു 41 ദിവസത്തിനുള്ളിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ വഴി പോലെ അമ്മ നടത്തിത്തരും. അടുത്ത തിരുവോണം നക്ഷത്രമാണ്. വളരെയധികം നേട്ടമായി സ്വന്തമായൊരു അല്പം ഭൂമി വാങ്ങിക്കാനൊക്കെ ഉടൻ തന്നെ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. സ്വപ്നങ്ങളെല്ലാം പൂവണിയുന്ന സമയമാണ്. മനമുരുകി അമ്മയെ അങ്ങോട്ട് പ്രാർത്ഥിച്ചോളൂ. ഏത് ദേവിയാണ് അമ്മയെന്ന് മാത്രമല്ല, നിങ്ങൾ ഏത് ദേവനെയാണോ മഹാദേവനെ പ്രാർത്ഥിക്കുന്നവരുണ്ടാകും. വിഷ്ണു ഭഗവാൻ, സുബ്രഹ്മണ്യ സ്വാമി, അങ്ങനെ ഓരോ മൂർത്തികളെയും പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടദേവനെ പ്രാർത്ഥിച്ചോളൂ. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം ഇത്ര ദിവസത്തിനുള്ളിൽ എനിക്ക് സാധ്യമാക്കി തരണം, അല്ലെങ്കിൽ ചെറിയൊരു കൈത്തിരിയെങ്കിലും തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഒരു നേർച്ച കൂടി മനസ്സിൽ സങ്കല്പിക്കുക. നമ്മളങ്ങനെയാണല്ലോ, നമ്മൾ മനുഷ്യർ വളരുന്നതിനനുസരിച്ചാണ് ക്ഷേത്രങ്ങൾ വളരുന്നത്. ചില ആളുകളുണ്ട് നേർച്ചകളൊക്കെ പറയും, പക്ഷേ കാര്യം നടന്നു കഴിയുമ്പോൾ മറക്കാറുണ്ട്. മനുഷ്യനാണ്, മറവി സ്വാഭാവികമാണ്. അറിഞ്ഞുകൊണ്ട് ആരും ഒരു തെറ്റും ചെയ്യില്ല, സ്വാഭാവികമായി വന്നു പോകുന്നതാണ്. അത് ചില ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ കൊണ്ട് ചിലപ്പോൾ മറവി സംഭവിക്കുക. മനുഷ്യരാണ്, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അപ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ വഴിപാടിനോടൊപ്പം അല്പം കൂടി നേർച്ച കൂട്ടി അങ്ങ് സമർപ്പിച്ചാൽ മതി. അമ്മേ, ഞാൻ അറിയാതെ അത് മറന്നുപോയി എന്നുള്ള രീതിയിൽ. അതായത് നമ്മൾ ജോലി സ്ഥലത്ത് ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ മറന്നുപോയി.
അങ്ങനെ മറന്നുപോയിട്ട് പിന്നെ ജോലി നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മൾ അച്ഛനെയും അമ്മയായാലും ആരെയായാലും നമ്മളെ സഹായിച്ചവരെ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. നന്ദികേട് കാണിച്ചാൽ അവിടെ പിന്നീട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുകയില്ല, അതിന് എത്ര വലിയവനായാലും. അപ്പോൾ ശ്രദ്ധിച്ചത് കേട്ടോളൂ. ശക്തമായൊരു ധനയോഗം കാണുന്നുണ്ട്. ഭാഗ്യമാണ് 2026. ഇനി അടുത്തത് അനിഴമാണ് നക്ഷത്രം. ജീവിതത്തിൽ ഒരു വഴിത്തിരിവിൻ്റെ സമയം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു 15-ാം തീയതി 16-ാം തീയതി മുതൽ ഒരു ജോലിക്കുള്ള ഒരു സുഹൃത്ത് മുഖേന ഒരു ജോലിക്കുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. എത്ര വലിയ അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞാൽ പോലും ജോലി കാര്യങ്ങളാണോ വിവാഹ കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമ്മുടെ ഒരു കരുതൽ, അതായത് നമ്മൾ കൂടി ആ കാര്യങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടാനായിട്ട്. ആരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട. പ്രത്യേകിച്ച് ഈ കലിയുഗത്തിൽ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും നമ്മൾ. ചിലപ്പോൾ നേരെ എന്നുള്ള ആളുകളായിരിക്കും നമ്മുടെ മറുതലയ്ക്കലുള്ളവർ. ആ ഒരു വിധക്കാരാവണമെന്നില്ല. അപ്പോൾ സാമ്പത്തികമായി വലിയൊരു കുതിച്ചുചാട്ടം കാണുന്നുണ്ട്. ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിന് ശേഷം ഉദ്ദേശിച്ച കാര്യങ്ങൾ പൂർണ്ണമായി നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിയെടുക്കാൻ സാധിക്കും. അതേപോലെ പിണങ്ങി നിൽക്കുന്ന ദമ്പതികളുണ്ടെങ്കിലും നിങ്ങൾക്കൊരു മാർച്ച് ഏപ്രിൽ മാസമൊക്കെ വളരെ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുതരാനായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് ഒത്തൊരുമയോടെ പോകാനൊക്കെ സാധിക്കുന്നതാണ്. വീടിനടുത്ത് തന്നെയുള്ള ദേവീക്ഷേത്രത്തിൽ ഒരു ദർശനം നടത്തുക. അതായത് ആഴ്ചയിൽ നിങ്ങൾക്ക് കഴിയുന്ന ചൊവ്വ വെള്ളി ദിനങ്ങളിൽ ദർശനം നടത്തുക, അർച്ചനയൊക്കെ നടത്തുക. അവിടെ നിന്ന് കിട്ടുന്ന അർച്ചന കിട്ടിയിട്ട് ഓരോരുത്തരുണ്ട് പ്രസാദം കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞേക്കും. അങ്ങനെ കളയാനല്ല, ആ പ്രസാദം എപ്പോഴും പുറത്തിറങ്ങുന്ന വേളയിൽ നെറ്റിയിലൊന്ന് അണിയാനായിട്ടെങ്കിലും ശ്രമിക്കുക. ഇനി ഇൻ്റർവ്യൂവിനൊക്കെ പോവുക, നമുക്ക് നെറ്റിയിൽ അണിഞ്ഞുകൊണ്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ചെറിയൊരു വെള്ള പേപ്പർ എടുത്തിട്ട് അമ്മയുടെ ഒരു അല്പം സിന്ദൂരം അതിലായിട്ട് പൊതിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കുക, പോക്കറ്റിൽ വെക്കുക. ആരും പോക്കറ്റ് കൈയിട്ട് സിന്ദൂരം എടുത്ത് കളയത്തില്ലല്ലോ. അങ്ങനെ വെച്ചിരുന്നാലുള്ള ഗുണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ധൈര്യമുണ്ടാകും. നമ്മൾ ഇൻ്റർവ്യൂ എക്സാമൊക്കെ എഴുതാൻ പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത്, നമുക്ക് നമ്മൾ തന്നെയാണ് ധൈര്യമായിട്ടുള്ളത്. അപ്പോൾ അവിടെ ഭഗവാനെ നമ്മൾ വിളിക്കുമ്പോൾ ഭഗവാന്റെ വിഭൂതി, അതായത് ചന്ദനം ഭസ്മം ഇതൊക്കെ സൂക്ഷിച്ചാൽ ഭഗവാന്റെ ഒരു കവചം ഉണ്ടാവുകയും അല്ലെങ്കിൽ അതിലൊന്ന് മുറുകെ പിടിക്കുമ്പോൾ നമുക്കൊപ്പം ഒരു 10 ആളുകൾ ഉള്ളതുപോലെ ഒരു ശക്തി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ പോകുമ്പോഴോ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് വിദേശ വിമാനത്തിലൊക്കെ പോകുമ്പോൾ ഒരു പേടി ഉണ്ടാകുമല്ലോ. അങ്ങനെയുള്ള സകലവിധ പേടി മാറാനും ദൈവത്തിൻ്റെതായ അവിടെ നിന്ന് കിട്ടുന്ന ഒരു പുഷ്പം അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ചന്ദനം ഭസ്മം അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ജപിച്ച ചരട് അതെങ്കിലും നിങ്ങളിങ്ങനെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ അർച്ചന ചെയ്ത് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അത് ടേബിളിൻ്റെ മുകളിലോട്ട് ഇടുകയോ അങ്ങനെ അലക്ഷ്യമാക്കി ഇടരുത്. ആരും ദൈവത്തെ ഓർത്ത് അങ്ങനെ ചെയ്യരുത്. അത് ദോഷമാണ് പിടിച്ചു വെക്കുന്നത്. കാരണം മേശമേൽ കൊണ്ടിടുമ്പോൾ ഡൈനിങ് ടേബിൾ നമ്മൾ നോൺ വെജും കഴിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ ദോഷങ്ങൾ വന്നു ചേരും. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. തൊണ്ടയ്ക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് ക്ഷമിക്കണം ശബ്ദത്തിന്, അതുകൊണ്ടാണ് ഒരു ഇത്തിരി പതർച്ച വരുന്നത്. അപ്പോൾ ഏവർക്കും നല്ല ഒരു സമയമാണ് 2026 എന്ന ഈ ഒരു വർഷം. ഞാൻ പറയുകയാണ്, വീണ്ടും പറയുകയാണ്, കലിയുഗമാണിത്. അപ്പോൾ നമ്മൾക്ക് എത്രത്തോളം ഉച്ചത്തിൽ ദൈവത്തെ വിളിക്കാൻ സാധിക്കുക അത്രത്തോളം വിളിക്കുക. നമ്മൾ എത്രത്തോളം നമ്മൾ മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കണ്ണിൽ തട്ടാനുണ്ടെങ്കിൽ അതുപോലും പിരികത്ത് തട്ടിപ്പോവും. അതിലുപരി നമ്മൾ എത്രത്തോളം നമ്മൾ മാതാപിതാക്കൾ എത്രത്തോളം ദൈവത്തെ വിളിക്കുന്നു അത്രത്തോളം പുണ്യം ഭാഗ്യം നമ്മുടെ മക്കൾക്ക് വന്നു ചേരും. ദൈവത്തെ വിളിക്കാത്ത ആളുകൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നത് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എത്രത്തോളം ദൈവത്തോട് അടുക്കാൻ സാധിക്കുന്നു ആ ഒരു ലെവലിൽ അടുത്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ ജീവിതം ആ ഇരുട്ടിൽ നിന്ന് മാറി വെളിച്ചത്തിലേക്ക് കൊണ്ടുതരാൻ നമ്മുടെ ബന്ധുക്കൾക്കോ മിത്രങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ നമ്മുടെ കൂട്ടുകാർക്കോ ആർക്ക് സാധിക്കില്ല, ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വീണ്ടും പറയുന്നു, എപ്പോഴും ഭഗവാനെ വിളിച്ചോളൂ, ഉറക്കെ വിളിച്ചോളൂ. അതിലൊരു നാണക്കേടും ചിന്തിക്കേണ്ട. ഭഗവാൻ കൂടെയുണ്ട്. ആ ദൈവമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങൾക്ക് വളരെയധികം നേട്ടവും ഭാഗ്യവും വരുന്ന ആ ഒരു വേളയിലാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇനി ഒന്നിനെ ഓർത്ത് പേടിക്കേണ്ട. 2026 അനുഭവിച്ച എല്ലാ ദുഃഖങ്ങളെയും പുറകെ കളഞ്ഞേക്കുക. 2025 അനുഭവിച്ച എല്ലാ ദുഃഖങ്ങളെയും കളഞ്ഞേക്കുക. 2026 നേട്ടവും ഭാഗ്യവുമാണ്. അപ്പോൾ ഈ വീഡിയോ അല്പം ദൈർഘ്യമായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ദൈർഘ്യം കുറച്ച് ഇനി പറയാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഏവർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ മംഗളമായി നടക്കട്ടെ. നിങ്ങളുടെ അനുഭവങ്ങൾ കൂടി കമൻറ്റായി രേഖപ്പെടുത്തുക. നന്ദി.